കാരണം വേറെ ഒന്നല്ല, ഇന്ന് നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് വരുന്ന ഒരു ദിവസമാണ്. ഈ ഒരു ടൈമിലാണ് എത്തുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഈ രാത്രി എടുക്കാനുള്ള കാരണം എന്താണെന്നല്ലേ? അപ്പം ഇന്ന് ഞങ്ങളെ മാമന് ഗൾഫിൽ നിന്ന് വരികയാണ് കേട്ടോ. മാമനിപ്പം 2 കൊല്ലത്തിന് ശേഷമാണ് ഇപ്പം നാട്ടിലേക്ക് വരുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഞങ്ങളിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ നമ്മൾ പറയില്ലേ എണ്ണി എണ്ണി കാത്തിരുന്നത്, അതേപോലത്തെ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടോ ഞങ്ങൾക്ക് ഇന്ന്. അപ്പോൾ ഇനി നമ്മളിതാ ഇപ്പോൾ രാത്രി ഏകദേശം മാമന് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് അവിടെ ലാൻഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം ഇന്നിട്ട് നമുക്ക് അവിടെ പോയി കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരണം. അപ്പം ഞാൻ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ. പിന്നെ അത് മാത്രമല്ല വേറൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റും കൂടെ ഉണ്ട്. സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റും കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മാമന് ഫസ്റ്റ് ടൈം ആണ് നമ്മളെ ഇനമോളെ കാണാൻ പോകുന്നത് കേട്ടോ. മീൻസ് കാണാൻ പോകുന്നത്, നേരിട്ട് കാണാൻ പോകുന്നത്. വീഡിയോ കോളൊക്കെ ചെയ്യലുണ്ട് എന്നല്ലാണ്ട് നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ മോളുടെ എങ്ങനായിരിക്കും റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുപാട് എക്സൈറ്റഡ് ആണ് അത് കാണാൻ വേണ്ടി. കാര്യം വാവാണെങ്കിൽ അധികം അങ്ങനെ എല്ലാവരുടെ അടുത്തും പോകുന്ന ഒരാളെന്ന് പരിചയമുള്ള ആൾക്കാരുടെ അടുത്തേ പോവുള്ളൂ. അങ്ങനെ മീൻസ് അധികം അടുപ്പമില്ലാത്ത ആരുടെ അടുത്തും അങ്ങനെ പോക്കില്ല. അപ്പൊ അതുകൊണ്ട് എങ്ങനായിരിക്കും സ്വന്തം ഉപ്പനെ കാണുമ്പോഴുള്ള ആ ഒരു ഫാദർ ഡോട്ടർ മൊമെന്റ് ആണ് ഗൈസ്. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് അതാണ്. ഞാൻ വിചാരിക്കുന്നുണ്ട് അതെന്തായാലും ക്യാപ്ചർ ചെയ്യാൻ പറ്റണം. കാരണം നമ്മളെ വീഡിയോ ഒക്കെ നമ്മൾ പിന്നെ നമ്മൾ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അതെപ്പോഴും ഒരു മെമ്മറബിൾ ആയിട്ട് നമ്മളെ മൈൻഡിൽ ഉണ്ടാവണം. അങ്ങനെ ആയിരിക്കും നമ്മൾ ഓരോ ദിവസവും നമ്മളിപ്പോൾ വീഡിയോ ഇടുമ്പോൾ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഭയങ്കര മെമ്മറബിളായി ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്കും ചെയ്യുക കേട്ടോ. അപ്പോൾ നേരെ വീഡിയോ. ഗൈസ് അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ട് മാമനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആണ്. അപ്പോൾ ഇവിടെ നമ്മളങ്ങനെ കാത്തിക്കാണ്. ഇവിടെ കുറേ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഗൈസ് നമ്മളെ ഓരോരുത്തരും ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അടുത്ത മാമനാണോ എന്നുള്ള ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ. മാമിയുണ്ട്, ബാവ ഉണ്ട്, ഇർഫാൻ, അല്ലൂസും എല്ലാവരും ഉണ്ട്. എല്ലാവരും ആരാണ് അടുത്ത വരുന്നതെന്ന് നോക്കിക്കാണ് കേട്ടോ. അപ്പം ഞാൻ വരുന്നതൊക്കെ കാണിച്ചു തരേ. നോക്കുന്നില്ല ദാ നമ്മൾ മാമനെയും കൂട്ടി ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പം തന്നെ സമയം ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ട്. ഇനി നമ്മളിതാ വണ്ടി പാർക്ക് ചെയ്ത് അങ്ങോട്ട് പോവാണ്. ഇപ്പോൾ വണ്ടി അപ്പുറത്ത് വേറെ സ്ഥലത്തായിരുന്നു കേട്ടോ വണ്ടി പാർക്ക് ചെയ്ത്. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ നേരെ വണ്ടി കയറി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ മാമൻ്റെ അടുത്തേക്ക് ഇനമോൾ അങ്ങനെ ഒന്നും പോകുന്നില്ല കേട്ടോ. മാമന് പിന്നെ കുറേ പിടിച്ച് വലിച്ചെടുത്തിട്ട് കൊണ്ടുപോയതായിരുന്നു കേട്ടോ. ഒന്നാമത് ആൾക്ക് കണ്ട് പരിചയമുണ്ട്, ബട്ട് വീഡിയോ കോളൊക്കെ ചെയ്ത് പരിചയമുണ്ടെങ്കിൽ കൂടി നേരിട്ട് കാണുന്നില്ലല്ലോ. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ മാമനെടുത്തപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് സെറ്റായിട്ടോ. പിന്നെ ഇനി ഇതാ നമ്മൾ ഇപ്പോൾ വന്ന പാട് നമ്മൾ വേഗം വണ്ടിയിലേക്ക് സാധനങ്ങളൊക്കെ വെച്ച് ഇനി നമ്മൾ നേരെ പോവാണ് കേട്ടോ വീട്ടിലേക്ക്. കാരണം ഇവിടെ കുറേ നേരം വെക്കാൻ പറ്റില്ല, ഫുൾ തിരക്കാണ്. ബാക്കിൽ ഇങ്ങനെ വണ്ടികൾ വന്ന് നിന്നിട്ട് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. തിരക്കായിരുന്നു അവിടെ ഫുള്ള്. പിന്നെ ഇതാ നമ്മൾ വീട്ടിൽ പോയപ്പോൾ ഇതാ സാറുമ്മയും കോയപ്പയും അവരൊക്കെ ഭയങ്കര ഇമോഷനായിട്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സങ്കടമോ സന്തോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ നമുക്ക് വീഡിയോ എടുത്ത് വെക്കുമ്പോൾ നമുക്ക് പിന്നെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ, മീൻസ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ അവിടുന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മൾ വന്ന പാടെ തന്നെ സാറുമ്മ വേഗം കിച്ചണിലേക്ക് പോയി അതൊക്കെ പിന്നെ ഫുൾ സെറ്റാക്കി കേട്ടോ. നമുക്കിന്ന് നെയ്ച്ചോറാണ് വരുന്നത് ഫുഡായിട്ട്. അപ്പം നെയ്ച്ചോറ് പിന്നെ അതേപോലെ തന്നെ ബീഫ് കറിയും ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വരുന്നത്. അപ്പം നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്
പോവുകയാണ്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ തന്നെ ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടുന്ന് പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു, കുറച്ച് ദൂരം ഉണ്ടല്ലോ. അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ സാറും അതൊക്കെ ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ബീഫ് കറി ഉണ്ട് എന്ന്, ദിയാണ് ബീഫ് കറി പാത്രത്തിലേക്ക് ഒഴിക്കുന്നത്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമുക്ക് നാളെ ക്ലാസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞാൻ ആദ്യം വിചാരിച്ചു ഇവിടെ നിൽക്കാമെന്ന് കേട്ടോ. പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല, കാരണം ക്ലാസ്സൊക്കെ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതാ നമ്മളിനി എല്ലാവരും കൂടി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ചിക്കൻ പൊരിച്ചതും ഉണ്ട് കേട്ടോ. ചിക്കൻ പൊരിച്ചത്, പപ്പടം, തൈര്, അച്ചാർ, ചമ്മന്തി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്. ഗൾഫിൽ നിന്ന് ആര് വന്നാലും നമ്മുടെ ഫസ്റ്റത്തെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താ? പെട്ടി പൊട്ടിക്കലല്ലേ. അപ്പോൾ പെട്ടി പൊട്ടിക്കുന്നതും നമ്മളെ ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അത് കാണാം കേട്ടോ. പോലെ ഒരു ദിവസം കിട്ടോ അങ്ങനെ ഗൈസ്, ഇതാണ് കേട്ടോ മാമന് ഞങ്ങൾക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ്. അടിപൊളി വാച്ച്. നമുക്ക് ഈ വെസ്റ്റേൺ വ്യൂവേഴ്സിൻ്റെ കൂടെ പിന്നെ അതേപോലെ തന്നെ ചുരിദാറിൻ്റെ കൂടെ ഒക്കെ വെയർ ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഗൈസ്, അല്ലൂസിന് ഇതാ മാമൻ ഈ വാച്ചായിരുന്നു കേട്ടോ കൊടുത്തത്. ഇർഫൂനിൻ്റെ ബ്ലാക്കും സെനൂനിൻ്റെ ഗ്രേ കളറും ആയിരുന്നു കേട്ടോ. അപ്പം ഗൈസ്, ഇനി നമ്മൾ നേരെ നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഇനി നമ്മൾ ഇറങ്ങുകയാണ്. കാരണം ഇപ്പം തന്നെ ടൈം ഓൾമോസ്റ്റ് 12 മണിയോളം ആയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പം നേരെ നമ്മളിനി വീട്ടിലേക്ക് പോവട്ടെ. അങ്ങനെ ഗൈസ്, ഇതായിരുന്നു കേട്ടോ നമ്മളെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ. നമ്മളെ മാമൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ള. അപ്പം ഗൾഫിൽ നിന്ന് വന്നത് മാത്രമല്ല, നമ്മൾ പെട്ടി പൊട്ടിക്കുന്നതും ഒക്കെ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചായിട്ടാണ് കാണിച്ചത്. എല്ലാം കുറച്ചാണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വീഡിയോ ഒക്കെ ഫുൾ ആയിട്ടൊന്ന് കവർ ചെയ്യാം. പക്ഷെ നമ്മൾ ആ സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ കുറച്ചായിട്ടാണ് വീഡിയോ എടുത്തിട്ട്. പിന്നെ ആണെങ്കിൽ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയപ്പോൾ കുറേ സമയം പോയി. കുറച്ച് ഡിലേ ആയിരുന്നു. അപ്പൊ നമ്മള് 1 മണിക്കൂറോളം നമ്മൾ അവിടെ തന്നെ നമ്മൾ നിന്നു. അപ്പൊ പിന്നെ അതൊന്നും ജസ്റ്റ് കാണിക്കണ്ടല്ലോ, മാമ വരുന്ന മാത്രം കാണിക്കാന്നുള്ള രീതിയിലാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. ചെറിയ വീഡിയോ ആയിരിക്കും ഇന്നത്തേത്. പിന്നെ നമ്മള് വീട്ടിലെത്തിയപ്പോ തന്നെ 12:30 ഇനിയിപ്പൊ നല്ല ക്ഷീണുണ്ട്. അപ്പൊ ആ ഇതിൽ തന്നെ അങ്ങോട്ട് ഉറങ്ങിപ്പോയാല് അങ്ങോട്ട് നാളെ ക്ലാസ്സും ഉണ്ട്. പിന്നെ നാളെ ക്ലാസ്സും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇതൊക്കെ നമ്മളെ കൊണ്ട് മാക്സിമം കവർ ചെയ്യുന്ന രീതിക്ക് നമ്മൾ എടുത്തതാണ്. പിന്നെ ഔട്ട്രോ പറയാൻ പറഞ്ഞു, അതാണ് പിന്നെ വേഗം വന്നിട്ട് ഔട്ട്രോ എടുക്കാന്ന് വിചാരിച്ചത്. അപ്പൊ അങ്ങനെ മാമന്റെ വരവിന്റെ വീഡിയോ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലുള്ള. പിന്നെ മാമൻ നമുക്ക് ഗിഫ്റ്റ് തന്നതും ഒക്കെ നമ്മളെ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്, കാരണം നമുക്ക് വേറെ വീഡിയോസിന്റെ എന്താ പറയുക, ഞാൻ പറയില്ല, നമുക്ക് പുതിയ കോണ്ടന്റ്സ് ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങളെടുത്ത് പുതിയ കോണ്ടന്റ്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളി. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മളൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് എക്സാം വരികയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താ പറയുക ഡിഗ്രീൻ്റെ എക്സാം ഉണ്ടെന്ന്.
അപ്പൊ അതില് ഡിഗ്രീന്റെ എക്സാം ജൂണിലും പിന്നെ നമ്മളെ കോഴ്സിന്റെ എക്സാം ജൂലൈയിലും ജൂലൈയിലുമാണ്. എല്ലാം അടുപ്പിച്ചടുപ്പിച്ചാണ്. അപ്പൊ ഒന്നും മതിയായിരിക്കും പഠിക്കാനും തുടങ്ങിയിട്ടില്ല. ഇപ്പൊ നമ്മളെ ഡിഗ്രീന്റെ തന്നെ നമ്മളിപ്പോ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾക്ക് വീഡിയോന്റെതാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോ കുറച്ചും കൂടി കഴിഞ്ഞാല് വീഡിയോ ഇടുന്നത് തന്നെ നിന്നു പോകും. കാരണം നമുക്ക് എക്സാം ഒക്കെ വരുമ്പോ പിന്നെ എക്സാം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇടും. അപ്പൊ അതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ തന്നെ നിങ്ങൾ ഉണ്ടാവണം. കാരണം നിങ്ങളുള്ള ആ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് ഇത്ര ആൾക്കാർ കാണുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് വീഡിയോ ഇടണല്ലോ എന്നുള്ള ആ ഒരു ഇത് വരുന്നത്. അപ്പൊ നിങ്ങൾ നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാ. പിന്നെ എല്ലാരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്ത എക്സാം ഒക്കെ വരികയാണ്. എല്ലാരും നിങ്ങളുടെ അടുത്ത് അങ്ങനെ പറയുന്നത് നിങ്ങളും നമ്മുടെ ഫാമിലി ആണല്ലോ. അപ്പൊ പിന്നെ നിങ്ങളുടെ അടുത്ത് അല്ലാണ്ട് വേറെ ആരുടെ അടുത്താ പറയാ. ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. അതുകൊണ്ട് പറയാണ് നിങ്ങളെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്താം, ഞങ്ങളെ ഫാമിലിയെ ഉൾപ്പെടുത്താം. പിന്നെ ഇപ്പോഴും ചൂടൊക്കെ ആണ് ഗൈസ്. അപ്പൊ എല്ലാരും സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ. ഇപ്പം മറ്റേ പാമ്പിന്റെതും അതും ഇതൊക്കെ എല്ലാ സ്ഥലത്തും ഈ സംഭവങ്ങളൊക്കെ തന്നെ കേൾക്കുന്നത്. അപ്പൊ എല്ലാരും സേഫ് ആയിട്ട് ഇരിക്കുക. ചെറിയ മക്കളെയൊക്കെ കുറച്ചും കൂടെ നല്ലോണം ശ്രദ്ധിക്കുക, കെയർ ചെയ്യുക. കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് അങ്ങനെയാണ്. അപ്പൊ എല്ലാരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരേക്കും ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോണ്ടാട്ടോ, ലൈക്കും ചെയ്തോളി. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.